ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗ്സിൽ കുറേ കമൻറ്റ്സ് ഞാൻ റീഡ് ചെയ്തു. ഇതിൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. കഴിഞ്ഞ വ്ളോഗ്സിൽ കുറേ കമൻറ്റ്സിൽ കുറേ സജഷൻസ് വന്നു. അതിൽ എഡിറ്റിങ്ങിലെ പോരായ്മകൾ പറഞ്ഞു, വ്ളോഗ് എടുത്തതിലെ പോരായ്മകൾ പറഞ്ഞു. ഇപ്പോൾ കുറേ സജഷൻസ് ഉണ്ട്. ഈ ഫോണിൽ എടുക്കുന്നതിൽ നല്ലത് ഐഫോണിൽ എടുക്കാനാണ്. പക്ഷേ എൻ്റെ കയ്യിൽ 3 കണ്ണുള്ള ഐഫോൺ ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഐഫോണിൽ എടുക്കാത്തത്. അതേപോലെ ബാക്ക് ക്യാം യൂസ് ചെയ്ത് ഫുൾ വ്ളോഗ് എടുക്കാൻ കുറേ പേര് പറയുന്നു. പക്ഷേ എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് രണ്ടാമതായിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ടാണോ അറിയത്തില്ല. നല്ല വിയർക്കുന്നു ഞാൻ. എൻ്റെ റൂമിൽ നിന്ന് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, സത്യമായിട്ടും പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എല്ലാം അടച്ചു വെച്ചേക്കത്. അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അവിടെ മഴ പെയ്തിട്ട് അകത്ത് നിന്നാ പുഴുങ്ങിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഞാൻ നിന്ന് പുഴുങ്ങിയാണ്. ഈ ടീഷർട്ടൊക്കെ ഇത് ഇച്ചിരി കഴിയുമ്പോൾ പോകും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇന്നത്തെ വ്ളോഗ് എൻ്റെ മോണിറ്റർ 2 എണ്ണം അടിച്ചു പോയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതെ, ഇരിക്കുന്ന 2 എണ്ണം. അത് ചെറുത് ഇപ്പം എടുത്ത് വെച്ചതാണ്, കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആ ഒരു ചിന്ന വീടല്ല, ചിന്ന സെറ്റപ്പ് എന്ന് പറയുന്നത്. ചിന്ന സെറ്റപ്പ് എന്ന് പറയുമ്പം മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. ഇതൊന്ന് പറക്കി വൃത്തിയാക്കൽ പ്ലസ് പുതിയ 2 മോണിറ്റർ മേടിച്ചിട്ടുണ്ട്. ഈ 2 മോണിറ്റർ സെറ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വേറെ വലുതായിട്ട് വീഡിയോ ഒന്നും ഇല്ല. ഇത് 2 സെറ്റ് ചെയ്യുന്ന ഇതൊന്ന് എടുക്കുന്ന വീഡിയോ അത്രേ ഉള്ളൂ. ഈ കുഞ്ഞു മോണിറ്ററൊക്കെ ഇതൊക്കെ ഏറി നിൽക്കുകയാണ് സ്റ്റാൻഡൊക്കെ. അത് ഞാൻ വേറെ രക്ഷയില്ല. ഇതിപ്പോൾ ഞാൻ മോണിറ്ററിൻ്റെ പ്രോബ്ലം എന്താ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ 2 മോണിറ്റർ അടിച്ചു പോയി. അതുകൊണ്ട് കുറേ ദിവസം കൊണ്ട് ലൈവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ PC ഓണാക്കുക, അവൻ തനിയെ ലൈനും കൊണ്ട് വരിക. PC ഓണായി വരുമ്പം വരൂ, വന്നു അപ്പം വന്നു. എന്തൊരു വരാത്ത ആവശ്യമുള്ളപ്പോ ഒന്നും അല്ലേലും ഒന്നും വരത്തില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇതാണ് എൻ്റെ മോണിറ്ററിന്റെ അവസ്ഥ. ഒന്നല്ല, 2 എണ്ണമാണ് ഇത് സെയിം സാധനം അടിച്ചു പോയി. 2 ഒരേ സമയം മേടിച്ചതാണ്. ഒരെണ്ണം ആൾറെഡി മുമ്പേ അടിച്ചു പോയി. പിന്നെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതും അടിച്ചുപോയി. പിന്നെ ഈ കുഞ്ഞു മോണിറ്ററൊക്കെ വെച്ചായിരുന്നു ഇത്ര നാൾ ഞാൻ ഫോണിൽ ലൈവ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതാണ് അവസ്ഥ, മോണിറ്ററിൻ്റെ അവസ്ഥ. ഒന്നും കാണത്തില്ല, ഫുൾ ഫ്ലിക്കറിങ് ആണ്. ഇത് പാനൽ പോയതാണ്, ഒന്നും ചെയ്യാൻ ഞെക്കി കഴിഞ്ഞാൽ പോയി, തൊട്ട് കഴിഞ്ഞാൽ പോയി. പാനൽ പോയതാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് നമ്മുടെ ശരിയാക്കുന്ന അണ്ണന്മാർ പറയുന്നത്. ഇതിനകത്തൊന്നും എനിക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഡിസ്കോഡ് വന്നപ്പോൾ എന്തോ ഇച്ചിരി നടക്കുന്നതോ കണ്ടു. അതല്ലാതെ വേറൊന്നും കാണാനോ ഒന്നും പറ്റത്തില്ല. ഇതാണ് എൻ്റെ PC ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ 2 പുതിയ മോണിറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. മോണിറ്ററിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് അങ്ങ് ഒരു പ്രശ്നം പറ്റി. ഈ 2 മോണിറ്റർ വെക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് പറക്കി ഒതുക്കി നിന്ന് ടൈം ലാപ്സ് ഇട്ട് കാണിക്കാം. എനിക്ക് അധികം നേരം ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ വയ്യ, ഞാൻ വിയർച്ചൊലിക്കുകയാണ് ബ്രോ. അപ്പം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ ആദ്യം തുടയ്ക്കണം. ഈ ടേബിളിൻ്റെ കളർ കണ്ടറിയത് ഇങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, വെള്ള ടേബിളാണ്. ഈ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് അടിക്കാത്തോട്ട് കാണാൻ പറ്റത്തെ, ഫുള്ള് അഴുക്കാണ്. പിന്നെ ഇവിടെ ഇതും ആ S25 അൾട്രയൊക്കെ അന്നേരം മേടിച്ചപ്പോൾ കിട്ടിയ കവർ വരെ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് വയർ മാനേജ്മെൻറ്റ് ചെയ്യാൻ ഒട്ടും അറിയത്തില്ല. അതെല്ലാം ചുരുട്ടി കൂട്ടി അവിടെ മൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചവിട്ടി എന്ന് കരിഞ്ഞു വന്നു പോലും അറിയത്തില്ല. മോണിറ്ററിൻ്റെ വയറൊക്കെ ഞാൻ മുമ്പിൽ കൂടെ പിടിച്ചിരുന്നത്. ഇത് 2ാമത് വെച്ചോണ്ടാണ്, അല്ലാത്ത നല്ല നമ്മൾ നീറ്റാണ്. ഇനി ഇതൊക്കെ സസ്താ ജുഗാഡ്, ഇതൊക്കെ അടച്ചു വെക്കണം. അപ്പോൾ ഇത് പറക്കി ഒതുക്കി വരാൻ ഗൈസ്, പറക്കി ഒതുക്കി വെക്കട്ടെ. ഗൈസ്, ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ ജാംബോൻ്റെ കാലത്തുള്ള ഒരു ലാപ്ടോപ്പാണ്. ഞാൻ ഇവിടെ എൻ്റെ മോണിറ്റർ അടിച്ചു പോയപ്പം ഇത് ഓണാവുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓണാവാൻ ഒരു 2 ദിവസം, തിരിച്ച് ഓഫ് ആക്കണേ എനിക്കൊരു 2 ദിവസം, ചാർജ് തൊട്ട് നിൽക്കത്തുമില്ല. ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു അങ്ങനെ എടുത്തോണ്ട് വെച്ചാൽ ആദ്യത്തെ ഒരു ദിവസം കൗതുകത്തിന്റെ പുറത്ത് ഞാൻ ഓണാക്കി. ഇത് ചേച്ചിയുടെ പണ്ടത്തെ ലാപ്ടോപ്പാണ്. ഇത് ഞാൻ തട്ടുംപുറത്തുനിന്നൊക്കെ എടുത്തോണ്ട് വന്നു. പറഞ്ഞിട്ടും കാര്യമില്ല, ചാറ്റ് വായിക്കാനൊന്നും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ആകെ ഒരു മോണിറ്റർ ഉള്ളായിരുന്നു, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ഗൈസ്, അവിടെ നിന്ന് എല്ലാം പറക്കി മാറ്റി ആ ടേബിൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഫ്രീ ആയി. ഇനി ആ 2 മോണിറ്റർ അതുകൂടെ അയച്ചങ്ങ് മാറ്റാം. അതിനി അയച്ച് മാറ്റണമെങ്കിൽ ആയുധം വേണം. മോണിറ്റർ മാറ്റിയപ്പോഴും അവിടെ നിന്ന് എന്താണ്ടൊക്കെ എന്ത് കഥ. മോണിറ്റർ ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ വരേണ്ടതാണ്. മെക്കാനിസം നോക്കട്ടെ, മറന്നുപോയി. ദൂരെ ഒന്നും പറ്റുന്നില്ല. വയർ രണ്ടും കിട്ടി.
ആ ഒരു കുഞ്ഞു മോണിറ്റർ അങ്ങനെ ഊരിയെടുത്തിരിക്കുകയാണ്. ഈ സ്റ്റാൻഡ് എനിക്ക് ഊരാൻ പറ്റാഞ്ഞിട്ട്, എങ്ങനെയാ മെക്കാനിസം അറിയത്തില്ല, സ്റ്റാൻഡ് ഊരുന്നില്ല. സ്റ്റാൻഡ് ഊരാൻ പറ്റാഞ്ഞിട്ട് സ്റ്റാൻഡോട് എടുത്ത മൗണ്ടിൽ വെച്ചിരുന്നു ഞാൻ. ബുദ്ധി. അടുത്തത് ഊരാം ഗൈസ്. അങ്ങനെ എൻ്റെ അടിച്ചുപോയ കുട്ടപ്പനെ കിട്ടിയിരിക്കുകയാണ്. ബൈ ബൈ. അങ്ങനെ മോണിറ്റർ ഊരി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്ന എൻ്റെ പണ്ടത്തെ സാധനം. പണ്ടത്തെ അല്ല, ഇതാണ് ആദ്യം കത്തിപ്പോയത്. ഇവനാണ് ഇപ്പം കത്തിപ്പോയത്. രണ്ടെണ്ണത്തിന് ഇനി ഇപ്പം ഇങ്ങനെ നിരന്നിരിക്കാം. ഈ മൗണ്ട് ഊരി എടുക്കണം. അതിന് ആയുധം എല്ലാം ഉണ്ട്. മൗണ്ട് ഊരി എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ ഫൈനലി ടേബിളൊക്കെ ക്ലിയർ ആക്കി. ടേബിൾ ഫുൾ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലീൻ ആക്കി നമ്മൾ തുടച്ച് എല്ലാം ഊരി മാറ്റി. മോണിറ്റർ അതേപോലെ വെച്ചിരുന്ന പെരിഫറൻസ് എല്ലാം മാറ്റി. ആവശ്യമുള്ള മാത്രമേ ഇനി വെക്കുന്നുള്ളൂ. ഗെയിം പാഡൊന്നും വെറുതെ എന്തിനാണ് എടുത്ത് വെക്കുന്നത്? PC മാത്രമുണ്ട്. മൈക്ക് ആം കണക്റ്റഡ് ആയതുകൊണ്ട് അതുമുണ്ട്. വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഇത് രണ്ടെണ്ണം അൺബോക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തേക്കെന്ന് പറയുമ്പോൾ ഒരെണ്ണം ഗെയിമിംഗ് മോണിറ്ററും ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട്. അണ്ണം പറഞ്ഞ് സീല് പൊട്ടിക്കുമ്പോൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കാൻ എന്തുവാന്ന് വന്നത്. ഇനി കത്തുവെന്നൊക്കെ ദൈവത്തിന് കഷ്ടകാലം ഉച്ചയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും 24 ഇഞ്ചാണ്. 23.8 എന്ന് പറയുന്നത് 24 ആണ്. 24.5 എന്ന് പറയുന്നത് ഇതും 24 ആണ്. രണ്ടും 24 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗെയിമിംഗ് മോണിറ്റർ വലിയ സ്പെക്കൊന്നുമില്ല. ബഡ്ജറ്റിലെടുത്തിയ 1 ms മറ്റേത് റെസ്പോൺസ് ടൈം 180 ഹെഡ്സ്. ഇതൊക്കെ എന്തോന്നും എനിക്കറിയത്തില്ല. അതൊക്കെ നമ്മൾ നോക്കാറുള്ളൂ. ഇത് 100 ഹെഡ്സ് റെസ്പോൺസ് ടൈമൊന്നും നമുക്കത് കാര്യമില്ല. ഇത് ചാറ്റ് വായിക്കാനാണ്. ഇതെനിക്കിങ്ങനെ കുത്തി വെക്കാനാണ്. അപ്പോൾ ചാറ്റ് വായിക്കാൻ ആ ഒരു മോണിറ്ററും ഗെയിം കളിക്കുക ഈ ഒരു മോണിറ്ററും. അപ്പോൾ രണ്ട് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ആ ആമിൽ രണ്ടിടത്തും തൂക്കും. ഞാൻ അതിൻ്റെ മൗണ്ട് രണ്ടും കൂടി വെച്ചിട്ടുണ്ട്. രണ്ട് മോണിറ്ററിൽ നിന്ന് രണ്ട് മൗണ്ട് ഞാൻ ഊരിയെടുത്ത്. അപ്പോൾ ഇനി അതങ്ങ് സെറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ട് ഇത് അൺബോക്സ് ചെയ്യട്ടെ, നിങ്ങളോട് കാണിക്കാം. ഓക്കെ, ഗെയിമിംഗ് മോണിറ്റർ തന്നെ അൺബോക്സ് ചെയ്യാം. ഇത് MSIയുടെ മോണിറ്ററാണ്. അങ്ങനെ ഫൈനലി എൻ്റെ കോലം കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പട്ടിപ്പണിയായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വയറിംഗ് എല്ലാം പിടിച്ച് മോണിറ്ററെല്ലാം രണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കിയപ്പം ഏകദേശം ഈ ഒരു ലുക്കാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. നേരത്തെ ഓൾഡിരുന്ന് തന്നെ. അതിന് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇത് രണ്ടിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ മൗസും കീബോർഡൊന്നും കൊടുത്തില്ല. ജസ്റ്റ് ഓണാക്കി വരുന്നുണ്ടോ നോക്കാം. ഇതാ എൻ്റെ PC ചാടുന്ന പിങ്ക് പാന്തർ. അപ്പം പവർ ഓണാക്കിയില്ല. പവർ ഓണാക്കുമ്പോൾ അറിയാം. ശുഭമായിരിക്കണേ, എല്ലാം ശുഭമായിട്ട് നടക്കണേ. MSI അത് കത്തി. ഇനി ഇതൂടെ ഓണാക്കാം. ഓക്കെ, അത് MSI ഓക്കെ വന്നു. ബിഗ് ബോക്സിന് എടുത്ത PCയുടെ വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ രണ്ടും മോണിറ്ററും വന്നിട്ടുണ്ട്. ഇനി മൗസ് കൊടുത്തിട്ട് ലൈവ് വാൾപേപ്പറെല്ലാം ഉണ്ട്. അല്ലായിട്ട് നിങ്ങൾക്ക് ഔട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം ഗൈസ്. ഇനി ബാക്കി വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്ത് വെക്കുന്നുള്ളൂ. എല്ലാം ഒന്നും എടുത്ത് വെക്കുന്നില്ല. ഇനി ആവശ്യമുള്ളത് കീബോർഡ്, മൗസ്, ഹെഡ്ഫോണ്, ഇപ്പം മൂന്നേ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങൾ മാത്രമേ എടുത്ത് വെക്കുള്ളൂ. വെറുതെ ഗെയിം പാഡും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ടേബിൾ നിറയത്തേ ഉള്ളൂ. ഒരു നീറ്റ് ഇതാക്കിയിട്ട് നമുക്ക് വരാൻ ഗൈസ്. ഫൈനലി അങ്ങനെ മിനിമം സെറ്റപ്പിൽ എന്ന് വെച്ചാൽ ഏറ്റവും എന്തൊക്കെ കുറയ്ക്കാവോ ഇവിടുന്ന് എല്ലാം എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. മൗസ്, കീബോർഡ്, മൈക്ക്, ഹെഡ്ഫോണ്, മോണിറ്റർ, PC, ഇത്ര മാത്രമേ ഈ ഒരു ടേബിളിലുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. PCയുടെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വെക്കാറുള്ളത്. ഒരു മോണിറ്റർ ഇങ്ങനെ, ഒരു മോണിറ്റർ ഇതാകുമ്പോൾ ചാറ്റ് വായിക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ കീബോർഡ്, മൗസ്, PC ഗൈസ് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് സാധനങ്ങളുടെ വെക്കാൻ ഉണ്ടായിരുന്നു. കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ വെബ് ക്യാമും ഈ ലൈറ്റ്സും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൂടെ ആയപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കേബിളിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ബാക്ക് ടു
പണ്ടത്തെ സെറ്റപ്പ് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സിനിമാറ്റിക് പോലെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. We are dreaming in the dark. We are nothing more than dust. Search but you stay lost. Mysterious, that's the part you always show. Mysterious, that's the part you always show. You're too curious. Maybe you should take it slow. We are dreaming in the dark. We are nothing more than dust. You search but you stay lost. We are reaching for the stars, but we're making this too hard. And I wonder where you are. Mysterious, that's the part you always show. 'Cause you're too curious. Maybe you should take it slow. Mysterious, that's the part you always show. 'Cause you're too curious. Maybe you should take it slow. അപ്പം ഗൈസ് ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. പരിപാടിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഫിക്സ് ആക്കി എല്ലാം കണ്ട പോലെ കഴിഞ്ഞ്. പിന്നെ ഗൈസ് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ നമ്മൾ 1K അടിച്ചിട്ടുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റ് വ്ളോഗിൽ തന്നെ അടിച്ചിട്ടുണ്ട്. താങ്ക് യു ഗൈസ്, മീൻസ് എ ലോട്ട്. ഇത്ര സ്നേഹം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്ര സപ്പോർട്ട് കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. മീൻസ് എ ലോട്ട്. താങ്ക് യു, വീണ്ടും വീണ്ടും താങ്ക് യു. ഇതേ നമ്മൾ ഫസ്റ്റ് വ്ളോഗ് ഇട്ട് തിരിഞ്ഞായിരിക്കും കാണുന്നത്. ഫസ്റ്റ് വ്ളോഗ് ഇട്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് വിത്തിൻ 24 hours. ഓക്കെ, അത് എടുത്തു പറയണം. അപ്പം ഇനിയും വ്ളോഗുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കുറ്റവും കുറവും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തു. ആ വ്ളോഗിൻ്റെ ഫുൾ കമൻറ്റ്സ് ഞാൻ വായിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ് ഗൈസ്. ബൈ ബൈ. അടുത്തൊരു വ്ളോഗിൽ കാണാം. ആ ബ്ലൂ.